പഠിക്കാനും ജീവിക്കാനും എല്ലാവിധ സൗകര്യങ്ങളുണ്ടായിട്ടും ജീവിതത്തിൽ കഷ്ടപ്പാട് എന്താണെന്ന് കേട്ടറിവ് പോലും ഇല്ലാഞ്ഞിട്ടും ഇന്നത്തെ തലമുറയിലെ പലരും വീട്ടുകാരെയും സമൂഹത്തെയും ഒക്കെ കുറ്റപ്പെടുത്തി മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ പിറകെ പോകുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ലാതിരുന്ന ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എന്ത് ചെയ്യുമെന്നറിയാതെ മരിക്കാൻ തയ്യാറായി ഇറങ്ങിത്തിരിച്ച ഒരു കുടുംബം. അവർ ആ കഷ്ടപ്പാടിൽ നിന്നും സന്തോഷം കണ്ടെത്തി ജീവിതത്തിലേക്ക് എങ്ങനെ കൈപിടിച്ച് കയറാൻ ശ്രമിച്ചു എന്നുള്ളത് അത് വായിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരിക്കലും ഇങ്ങനൊരു അനുഭവത്തിലൂടെ ആരും കടന്നു പോവല്ലേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ടല്ലാതെ നമുക്ക് ഈ പുസ്തകം വായിച്ചു തീർക്കാൻ സാധിക്കില്ല. ഇടയ്ക്കെപ്പോഴൊക്കെയോ നനഞ്ഞു തുടങ്ങിയ കണ്ണീര് ആരും കാണാതെ തുടച്ചു മാറ്റിക്കൊണ്ടാണ് ഞാൻ ഈ അനുഭവകഥയിലെ പല സംഭവങ്ങളും വായിച്ചു തീർത്തത്. നിങ്ങളുടെയൊക്കെ ഉള്ളിലൊരു വായനക്കാരൻ ഉറങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അതിനെ വിളിച്ചുണർത്താൻ പറ്റിയ ഒരു സമയമാണിത്. ഈ ഒരു പുസ്തകം അതിന് ഉറപ്പായിട്ട് ഉപകരിക്കും. ഇടുക്കി ജില്ലയിലെ കമ്പിളികണ്ടം എന്ന സ്ഥലത്ത് ജനിച്ച ശ്രീ ബാബു എബ്രാഹിമിൻ്റെ ഓർമ്മക്കുറിപ്പുകളാണിത്. ഉറപ്പായും ജീവിതത്തിൽ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളൊന്നായി ഇതിനെയും ഉൾപ്പെടുത്താം. അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞ 2 വാചകങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പുസ്തകത്തിനെ കുറിച്ചുള്ള റിവ്യൂ അവസാനിപ്പിച്ചേക്കാം. ചുറ്റും വെള്ളം പൊങ്ങുന്നു എന്ന് കണ്ടാൽ നീന്തൽ വശമില്ല എന്നറിയാവുന്ന നീ പകച്ച് പേടിച്ച് അലമുറയിടരുത്. ആ വെള്ളപ്പാച്ചിലിൽ അവിടവിടെ പൊങ്ങിക്കിടക്കുന്ന മരക്കഷ്ണങ്ങൾ പിടിച്ചു കയറി വെള്ളത്തിലങ്ങ് പൊങ്ങിക്കിടക്കണം. എന്നിട്ട് ഓളത്തിനൊപ്പം ഒഴുകുന്ന ശിഖരങ്ങൾ കാട്ടുവള്ളികളിൽ ചേർത്ത് വെച്ച് കെട്ടി ഒരു ചെങ്ങാടമുണ്ടാക്കണം. കരപറ്റി കഴിയുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷമായിരിക്കണം തുഴഞ്ഞു നീങ്ങുമ്പോൾ നിന്റെ മനസ്സിലുണ്ടാവേണ്ടത്. തീരമെത്തിക്കഴിയുമ്പോൾ മറ്റാർക്കെങ്കിലും ഉപകരിക്കാനായി ആ ചെങ്ങാടം വെള്ളത്തിലങ്ങ് തള്ളിവിടണം. മുങ്ങിപ്പോകുമായിരുന്ന ആരെങ്കിലുമൊക്കെ ആ ചെങ്ങാടം കയറി തീരമെത്തുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സ്വാർത്ഥതയില്ലാത്ത ഒരു ആനന്ദമുണ്ട്. അതായിരിക്കണം നിന്നെ എന്നും മുന്നോട്ട് നയിക്കേണ്ടത്.